കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാറാം അവതരിപ്പിച്ച ബജറ്റ് ഇന്ത്യയിലെ സാധാരണക്കാരനെ പൂർണ്ണമായി അവഗണിക്കുന്ന ബജറ്റാണ്. വയനാട്, വിഴിഞ്ഞം തുറമുഖമടക്കം കേരളത്തിന്റെ ആവശ്യങ്ങളായി കേരളം അവതരിപ്പിച്ച 24,000 കോടി രൂപയുടെ പാക്കേജിനെ പറ്റി ഒരു പരാമർശം പോലും കേന്ദ്ര ബജറ്റിലില്ല. വയനാട് ദുരിതബാധിതരെ പൂർണ്ണമായി അവഗണിക്കുന്ന ബജറ്റാണിത്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കേരളം ഒറ്റക്കെട്ടായി വയനാട് ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനെ അറിയിച്ചതാണ്. എന്നിട്ട് പോലും വയനാടിലെ ദുരിതബാധിതരെ പൂർണ്ണമായി അവഗണിച്ചു. കേരളം പിന്നോക്കമാണെന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് ഫണ്ട് നൽകാമെന്നാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞത്. അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, പിന്നോക്കമല്ലാത്ത സംസ്ഥാന ഗവൺമെന്റുകൾക്ക് കേന്ദ്രം ഫണ്ട് നൽകുകയില്ല എങ്കിൽ എന്തിനാണ് ഈ പിന്നോക്കമല്ലാത്ത സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് കേന്ദ്രം നികുതി ഈടാക്കുന്നത്? മാത്രമല്ല, കേരളത്തിലെ പൊതുസമൂഹം ചോദിച്ചത് കേന്ദ്രമന്ത്രിമാരുടെ തറവാട് സ്വത്തിലുള്ള പണമല്ല, കേരളത്തിന് അർഹതപ്പെട്ട കേരളത്തിന്റെ അവകാശമാണ് ചോദിച്ചത്. അത് ചോദിക്കുന്നതിന് ഇതുപോലെ മറുപടി പറഞ്ഞാൽ കേരള പൊതുസമൂഹം കേന്ദ്ര മന്ത്രിമാരെ ബഹിഷ്കരിക്കണമെന്നാണ് കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്.